എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്കിൽ അതിഥിയായിട്ടുള്ളത് മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ ബ്രസ്റ്റ് ക്യാൻസർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബാസില അമീർ അലിയാണ്. മാം വെൽക്കം. താങ്ക് യു. മാം, സാധാരണ അർബുദം എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ സൊസൈറ്റിയിൽ ഒരുപാട് സംശയങ്ങൾ, അല്പം ഭയം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം മാൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചില ആശങ്കകളുണ്ടാവും, പല സംശയങ്ങളുണ്ടാവും. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതിൻ്റെ വിവിധ ട്രീറ്റ്മെൻറ്റ് രീതി, ഈ വിഷയം നമുക്ക് ഇന്ന് മെഡിട്രാക്കിൽ ചർച്ച ചെയ്യാം. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ഫസ്റ്റ് എന്താണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞെങ്കിൽ ബ്രസ്റ്റിൻ്റെ സെൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാൻസറാണ്. ബ്രസ്റ്റിൻ്റെ സെൽസ് കൺട്രോൾ ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ട്യൂമറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയാറ്. ഇതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്യാൻസറാണ് ബ്രസ്റ്റ് സെൽസ് നിന്ന് വരുന്നത്. പക്ഷേ അത് ഇന്ത്യയിൽ നല്ലോണം ഇൻക്രീസ് ചെയ്തിട്ട് വന്നുകൊണ്ടുണ്ട്. പഠനങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ മാം സൂചിപ്പിച്ചതുപോലെ തെളിയിക്കുന്നത് ഇന്ത്യയിൽ അത് കൂടി വരുന്നുണ്ട് എന്നാ പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും? ടെക്സ്റ്റ് ബുക്സിൽ നമുക്ക് പറയാറ് ഇന്ത്യ യൂസ് ടു ബി എ റൂറൽ ടൈപ്പ് ഓഫ് കൺട്രി. പക്ഷേ ഇപ്പം നമ്മൾ പോപ്പുലേഷൻ കുറച്ച് ഏർബൻ ആയിട്ട് വരുന്നുണ്ട്, സിറ്റീസ് കൂടുന്നുണ്ട്, ഏജ് ഓഫ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് കൂടുന്നുണ്ട്, കുട്ടികൾ നമുക്ക് എത്ര കുട്ടികൾ ഉണ്ടാവുന്ന അതും കുറയുന്നുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈം കുറയുന്നുണ്ട്. ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന് പ്രൊട്ടക്റ്റീവ് ഫീച്ചേഴ്സ് ആണെന്ന് നമ്മൾ പഠിക്കാറ്. സോ ദാറ്റ് ഈസ് വൈ ഇന്ത്യയിൽ കുറച്ച് കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് സ്മോൾ പെർസെൻറ്റേജ് കുറച്ച് സ്മോക്കിംഗ്, ആൽക്കഹോൾ ഹിസ്റ്ററി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വിമനിൽ. സോ അതിനായിട്ട് നമ്മൾ ഊഹിക്കാറ്, പക്ഷേ ഇതിൻ്റെ പ്രൂഫ് നമുക്കായിട്ട് കോൺക്രീറ്റ് ആയിട്ട് ഇത് ആർക്കൊക്കെ ഇത് വരാൻ സാധിക്കും? ഫോർ എക്സാമ്പിൾ can get it? ഓൾ വിമൻ ക്യാൻ ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷെ നമ്മൾ കുറച്ച് കൂടി നമ്മൾ കെയർഫുൾ ആവുന്നത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒവേരിയൻ ക്യാൻസർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഫാമിലി മെമ്പർക്ക് 2 ബ്രസ്റ്റിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായാൽ, ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ആൻഡ് ഒവേരിയൻ ക്യാൻസർ ആ പേഷ്യൻറ്റിന് വന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു മെയിൽ മെമ്പറിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നെങ്കിൽ നമ്മൾ കുറച്ച് കൂടിയാണ് കെയർഫുൾ ആവാറ് ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത്. ഇല്ലെങ്കിൽ പക്ഷേ 85% ഓഫ് വിമൻ ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലാണ്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരു കോമൺ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയായിരിക്കും? ഇപ്പം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, ഫാമിലി ഹിസ്റ്ററി ഒരു പ്രോമിനന്റ് ഫാക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പം പല രോഗങ്ങൾക്കും ഫാമിലി ഹിസ്റ്ററി ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കോമൺ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയായിരിക്കും? എങ്ങനെ വരുമെന്നാണോ, എങ്ങനെ പേഷ്യൻറ്റിന് മനസ്സിലാവും? ഏതെങ്കിലും പേഷ്യൻറ്റിന് ബ്രസ്റ്റിൽ ഒരു ലംപ് തോന്നിയാൽ, എസ്പെഷ്യലി ഒരു 45-50 ഏജ് ഗ്രൂപ്പിൻ്റെ പിന്നെ ഒരു ബ്രസ്റ്റ് ലംപ് ഗ്രോ ചെയ്യുന്നെങ്കിൽ, എസ്പെഷ്യലി പെയിൻലെസ് ബ്രസ്റ്റ് ലംപ്, അതിൽ വേദന ഇല്ലെങ്കിൽ അത് കെയർഫുള്ളായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആക്സില്ല, നമ്മൾ ആംപിറ്റിൽ ഏതെങ്കിലും ഒരു ലംപ് ഡെവലപ്പ് ചെയ്തെങ്കിൽ, ഇല്ലെങ്കിൽ ബ്രസ്റ്റിൽ റെഡ്നെസ്, തിക്കനിങ്, എഡീമ അങ്ങനത്തെ ഫീച്ചേഴ്സ് വന്നെങ്കിൽ, ഇല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജ് ബ്ലഡി ആയിട്ട് വന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പേഷ്യൻറ്റിന് ഒരു ഡൗട്ട് വരാൻ വെരി ഈസി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് പേഷ്യൻറ്റ് നമ്മൾ നോർമൽ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യുമ്പോൾ ഏതെങ്കിലും ലംപ് ഡിറ്റക്ട് ചെയ്താലും നമുക്ക് വേഗമായിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം പിന്നെ നമ്മളിപ്പോൾ ഏത് രോഗത്തിന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതേപോലെ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറെ നമുക്ക് ഏതൊക്കെ തരത്തിൽ അത് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്താം? ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് സർഫേസ് ഓർഗൻ ആയ കാരണം നമുക്ക് ഭയങ്കര വേഗം ഡയഗ്നോസ് ചെയ്യാൻ വെരി ഈസി. അതെ. ഓൺലി പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുന്നത് നമ്മൾ പോപ്പുലേഷൻ ഇത്ര വലുതായ കാരണം നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ. പക്ഷേ ഏതെങ്കിലും പേഷ്യൻറ്റിന് അതിൻ്റെ അറിവുള്ളെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇയർലി ഇല്ലെങ്കിൽ 2 ഇയർലി മാമോഗ്രാം ചെയ്തെങ്കിൽ നമുക്ക് വെരി ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പേഷ്യൻറ്റിന് ഡൗട്ട് വന്നെങ്കിൽ, ലംപ് ഉണ്ട് എന്ന് അവർക്ക് ഡൗട്ട് വന്നെങ്കിൽ, നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടെന്ന് വന്നെങ്കിൽ, ഇല്ലെങ്കിൽ എന്തോ അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്കത് മാമോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടായെങ്കിൽ നമ്മൾ മാമോഗ്രാമിൻ്റെ കൂടെ നമ്മൾ MRI ബ്രസ്റ്റും ചെയ്യാറുണ്ട്. വെരി യങ് പേഷ്യൻസ് ആയെങ്കിൽ മാമോഗ്രാമിൽ ഓരോ പ്രാവശ്യം യങ് പേഷ്യൻസിന് അത് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അപ്പം നമ്മൾ മാമോഗ്രാം അല്ലാണ്ട് MRI അൾട്രാസൗണ്ടും ചെയ്യാറുണ്ട്. ഒരു എക്സ്റേയിൽ നമുക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ?
ഉണ്ട്. എക്സ്റേ നമ്മൾ ഈ പറയുന്ന മാമോഗ്രാം ബ്രസ്റ്റിൻ്റെ എക്സ്റേ ആണ്. സോ ആ എക്സ്റേ ചെയ്തെങ്കിൽ സ്റ്റേജ് 1 മുതൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റേജ് 1 ഡിറ്റക്ട് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ സർവൈവൽ ഓൾമോസ്റ്റ് 98% വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സെയിം പേഷ്യൻ്റ് ഒരു സ്റ്റേജ് 3 വന്നെങ്കിൽ അതിൻ്റെ സർവൈവൽ ഓൺലി ഒരു 67% അങ്ങനെയാണ് നമ്മൾ പറയാറ്. സോ ജസ്റ്റ് ഒരു സ്ക്രീനിങ് മാമോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഈ ഡിറ്റക്ഷന് വളരെ വേഗമായിട്ട് മാറ്റാൻ പറ്റും. എനിക്ക് ഇവിടെ ഒരു ഡൗട്ട് വരുന്നത്, അതായത് നമ്മൾ സ്ക്രീനിങ്ങിൽ മാമോഗ്രാമും മിയർ എക്സ്റേയും അങ്ങനെ ഒരു, അതായത് സാധാരണ ഒരു എക്സ്റേ എടുക്കുന്നതും മാമോഗ്രാമിന്റെ ബിഫോർ മാമോഗ്രാം നമ്മൾ ജസ്റ്റ് ഇപ്പം ലോക്കൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു എക്സ്റേ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് നമുക്ക് അത് എന്തെങ്കിലും തരത്തിൽ ലീഡ് തരുമോ? അത് വീണ്ടും ഒരു മാമോഗ്രാമിലേക്ക് പോകണോ, അല്ല അങ്ങനെ ഒരു ലീഡ് കിട്ടുമോ? ഇല്ല, ബ്രസ്റ്റ് ക്യാൻസറിനായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എക്സ്റേ മാമോഗ്രാം ചെയ്യാറ്. നോർമൽ ചെസ്റ്റ് എക്സ്റേ ചെയ്തിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ എന്തെങ്കിലും സൈൻസ് നോർമൽ എക്സ്റേയിൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അത് സ്റ്റേജ് 4 ക്യാൻസർ ആണ്. സോ അത് ഡിറ്റക്ട് ചെയ്യുന്ന മാതിരിയിലത്തെ സ്റ്റേജിൽ നമുക്ക് നോർമൽ എക്സ്റേയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗൈനിക് ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓങ്കോളജിസ്റ്റിനൊക്കെ പിന്നെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഈവൻ ബ്രസ്റ്റിൽ അസാധാരണമായി കാണുന്ന ചില തടിപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിസ്ചാർജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുത്ത് വന്ന് ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്നത് അത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് കിട്ടുമോ എന്നാണ് എൻ്റെ സംശയം. യെസ്, യൂഷ്വലി നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് ചെയ്യുന്ന എക്സ്റേ ഞാൻ പറഞ്ഞ മാതിരി ബ്രസ്റ്റിന്റെ എക്സ്റേ ആണ്. അതിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതർ സ്ക്രീനിങ് ടെസ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ളത്? നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള സ്ക്രീനിങ് ടെസ്റ്റ് മാമോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഫാമിലി ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ യങ് പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ആൻഡ് ജനറ്റിക് ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിനായെങ്കിൽ നമ്മൾ MRI ബ്രസ്റ്റ് ചെയ്യാൻ മതി. ഓക്കെ, ഇത് ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടെത്തുന്നതിന് തന്നെ, അതായത് സ്വമേധയാ ബ്രസ്റ്റ് പരിശോധന എന്നത് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരു പിന്നെ അത് എത്രത്തോളം അവർക്ക് സാധ്യമാകുന്നത്? സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ വളരെ നല്ല മെത്തേഡാണ് പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ഏതെങ്കിലും ലംപിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്. നമ്മൾ പറയാറ് ഓൾമോസ്റ്റ് 50% പേഷ്യൻസ് സ്റ്റേജ് 1 സ്റ്റേജ് 2 വരാനും മതി. അത്ര 100% ആയിട്ട് ഒരു പേഷ്യന്റിന് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റേജ് 4ഉം സ്റ്റേജ് 3 മുമ്പ് അവർ നമ്മളടുത്ത് എത്തും. അപ്പോൾ അവരുടെ സർവൈവലും നല്ലോണമായിട്ട് ഇംപ്രൂവ് ചെയ്യും. ഇപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട്, അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാം എന്നത് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മളന്ന് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ആ സമയത്ത് ബ്രസ്റ്റിലുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഡിസ്ചാർജോ അതല്ല ബ്രസ്റ്റ് നമ്മൾ പിന്നെ പരിശോധിക്കുന്ന സമയത്ത് കാണുന്ന മുഴകളോ അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണല്ലോ പിന്നീട് ഡോക്ടറെ അടുത്ത് എത്തേണ്ട ഒരു സാഹചര്യം വരുന്നത്. സ്വാഭാവികമായിട്ടും സ്വമേധയാ സെൽഫ് ബ്രസ്റ്റ് എക്സാം സമയത്ത് അതിൽ അങ്ങനെ കണ്ടെത്താവുന്ന സമയത്ത് അത് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അത്ര ഈസി അല്ല. ഒരു 100% നമുക്ക് യൂസ് 100% സക്സസ് റേറ്റ് എന്ന് പറയാനില്ല. പക്ഷെ ഒരു നല്ല സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എവറി മന്ത് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ 50-60% പേഷ്യൻസ് നമ്മളടുത്ത് നല്ലോണം വേഗമായിട്ട് വരാൻ പറ്റും. അവര് പീരിയഡ്സ് എൻഡ് ചെയ്തിട്ട് ഒരു 7th to 10th ഡേ ബ്രസ്റ്റിന് നല്ലോണം സൂക്ഷിച്ചിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തെങ്കിൽ എന്തെങ്കിലും മുഴ എസ്പെഷ്യലി പെയിൻലെസ് വേദന ഇല്ലാത്ത മുഴ വന്നെങ്കിൽ, ഇല്ലെങ്കിൽ സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നെങ്കിൽ, ഇല്ലെങ്കിൽ ആംപിറ്റിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ലംപ് വന്നെങ്കിൽ ഡെഫിനറ്റ്ലി പേഷ്യന്റ് നമ്മളടുത്ത് നല്ലോണം വേഗം വരുമ്പോൾ അവരുടെ സർവൈവൽ അത്ര കൂടി ഇൻക്രീസ് റിസൾട്ട് പിന്നെയും കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യും. പക്ഷേ ഡോക്ടർ ഇതിപ്പോ പിന്നെ ബ്രസ്റ്റ് എക്സാം പ്രേക്ഷകർക്ക് വീണ്ടും ഒരു സംശയത്തിനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പം സ്റ്റാൻഡിങ്ങിലാണോ അല്ല എങ്ങനെയാണ് ഇത് സാധാരണ ചെയ്യുന്നത്? നമുക്കൊരു പാംപ്ലെറ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അതിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ യൂഷ്വലി ചെയ്യാറ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ടു ലുക്ക്. നമ്മൾ ബ്രസ്റ്റിന്റെ ഷേപ്പ് ചെക്ക് ചെയ്യൂ, നിപ്പിൾ ലെവൽസ് ചെക്ക് ചെയ്യൂ, എന്തെങ്കിലും സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യൂ. ആൻഡ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കിടന്നിട്ട് ചെയ്യും. കിടന്നിട്ട് ചെയ്തിട്ട് നമ്മൾ പാമിന്റെ ഇൻസൈഡ് പാർട്ട് യൂസ് ചെയ്തിട്ട് ബ്രസ്റ്റിന് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഓൾ ഓവർ ദ ബ്രസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യൂ. ഈ കൈ കൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നമ്മൾ ലെഫ്റ്റ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യൂ, ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ റൈറ്റ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യൂ.
ഓൾസോ നമ്മൾ ആംപിറ്റിനും നമ്മൾ ടച്ച് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ സ്കിന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ ടച്ച് ചെയ്തിട്ടും നോക്കിയിട്ടും നമ്മൾ നോട്ട് ചെയ്തിട്ട് വെക്കും. ആൻഡ് നിപ്പിൽ നിന്ന് എന്തെങ്കിലും ജസ്റ്റ് ജെന്റിലായിട്ട് പ്രസ് ചെയ്തിട്ട് ബ്ലഡ് വരുന്നുണ്ടോ ഇല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് മാത്രമാണ് പേഷ്യൻറ്റിന് ചെയ്യാറുള്ളത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ നമ്മളടുത്ത് വന്നെങ്കിൽ നമുക്ക് അവരടുത്ത് ഇങ്ങനെയും പറഞ്ഞ് നമുക്ക് പറയാം ഇത് നോർമലാണ്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരണമെന്നില്ല, നിങ്ങൾ ഇതിന് ഇങ്ങനെ നിങ്ങൾ വറി ചെയ്യണമെന്നില്ല എന്ന്. ഇങ്ങനെ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്തിട്ട് നോക്കാമെന്ന്. ആൻഡ് ഓൾസോ അങ്ങനത്തെ പേഷ്യൻ്റ് നമ്മളടുത്ത് വരുന്നുണ്ടാകുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു മാമോഗ്രാം ചെയ്തിട്ട് അൾട്രാസൗണ്ട് ചെയ്തിട്ട് അവർക്കൊന്നും ഇല്ലാന്ന് നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ മാം, ഇപ്പം ബ്രസ്റ്റിന് ഈ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് സ്കാറോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ നോർമൽ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾക്ക് പറയാവും, ചിലപ്പോൾ പേടിയൊക്കെ വരും. സാധാരണ നമ്മളിപ്പം ഫിസിക്കലി നമ്മുടെ ബോഡി ശരീരത്തിൽ പലതരത്തിലുള്ള മറുകുകളും അല്ലെങ്കിൽ പല സ്കാർ ഇതൊക്കെ കാണാറുണ്ട്. അപ്പം ബ്രസ്റ്റിൽ അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടേ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കോഷ്യസോയിട്ട് കാണേണ്ടേ അങ്ങനെ ആ തരത്തിലുള്ള പരിശോധന? യൂഷ്വലി നിങ്ങൾ പറയുന്ന മാതിരി സ്കാറിങ് സ്കിന്നിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ട് എന്തെങ്കിലും ഇങ്ങനെ തട്ടിയിട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റും. പക്ഷെ വേദന ഇല്ലാണ്ട് എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ലംപ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ നല്ലോണമായിട്ട് പോയിന്റ് ഫോക്കസ് ചെയ്തിട്ട് പറയുന്നത്. ഇതൊന്ന് മാത്രം നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. പെയിൻലെസ് ബ്രസ്റ്റ് ലംപ് ആൻഡ് പെയിൻലെസ് ആക്സിലറി ലംപ്, ഇതാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. വേറെ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് വെച്ചാൽ ഡെഫിനറ്റ്ലി അങ്ങനെ വറി ചെയ്യണമെന്നില്ല. ഈ മാമോഗ്രാം ചെയ്യുന്നതിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെ നമ്മൾ യൂഷ്വലി പേഷ്യൻറ്റിന് ബിലോ 40 മാമോഗ്രാംസ് ചെയ്യാറില്ല. എബവ് 40 ആണ് നമ്മൾ മാമോഗ്രാംസ് അഡ്വൈസ് ചെയ്യാറ്. എബവ് 40 ഓൾസോ നമുക്ക് ഒരു പ്രാവശ്യം മാമോഗ്രാമിൽ എല്ലാ ഇൻഫർമേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ബ്രസ്റ്റ് കുറച്ച് ഡെൻസ് ഉണ്ടാവും, യങ് പേഷ്യൻ്റ് ആണ് അല്ലേ. സോ അപ്പം നമ്മൾ മാമോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എബവ് 50 ഡെഫിനറ്റ്ലി നമ്മൾ മാമോഗ്രാംസ് മാത്രം ചെയ്തെങ്കിലും നമുക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടും. ഇൻ കേസ് ലെസ് ദാൻ 40 നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാമോഗ്രാമിൽ ഇൻഫർമേഷൻ നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ നമ്മൾ MRI ബ്രസ്റ്റ് ചെയ്യും. ഓക്കെ. ഇതിൽ പിന്നെ മാം ഈ ചില പ്രൊസീജിയറിൽ നമുക്ക് ചിലപ്പോൾ പറയാറുണ്ട് ചില ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ പല നെഗറ്റീവ് റിസൾട്ട്, അതായത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. ഇപ്പോൾ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഏതെങ്കിലും തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. മാമോഗ്രാമിൻ്റെ റേഡിയേഷൻ ഡോസ് വളരെ കുറവാണ്, വെരി ലോ ഡോസ്. അതിൽ നമുക്ക് ഇത്ര സ്റ്റഡീസ് ചെയ്തിട്ടും മാമോഗ്രാമിൻ്റെ റേഡിയേഷനിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കണ്ടുവന്നിട്ടില്ല. ഓക്കെ. സി മാം, നമ്മളിപ്പം ഡയഗ്നോസ് ചെയ്തു, പിന്നെ ചിലപ്പോൾ നമുക്കത് റിസൾട്ട് പോസിറ്റീവ്, അതായത് പിന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചില സിംറ്റംസ് ഉണ്ട് എന്ന് പറയും. ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ദ വേരിയസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? നമ്മളൊരു പേഷ്യൻറ്റിനെ ബ്രസ്റ്റ് ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്തെങ്കിൽ ഫസ്റ്റ് പേഷ്യൻറ്റ് നമ്മളടുത്ത് വരുമ്പോൾ നമ്മളൊരു ഗുഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഡോക്ടർ ശരിക്കുമായിട്ട് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യും. പേഷ്യൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കൂ എന്താണ് പേഷ്യൻറ്റിക്ക് വേണ്ടതെന്ന്. നമ്മൾ മാമോഗ്രാം ചെയ്തിട്ട് ബയോപ്സി ചെയ്തിട്ട് ബ്രസ്റ്റ് ക്യാൻസർ പ്രൂവ് ചെയ്തതിൻ്റെ ശേഷം യൂഷ്വലി അത് ഏർലി സ്റ്റേജ് ആയെങ്കിൽ പേഷ്യൻറ്റ് യങ് ആയെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് സേവ് ചെയ്തിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം ബ്രസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സക്സസ് റേറ്റ്സ് നമ്മൾ സർവൈവൽ റേറ്റ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് കീമോതെറപ്പി യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഏർലി സ്റ്റേജസിൽ നല്ലോണം നമ്മൾ കീമോതെറപ്പി അവോയ്ഡ് ചെയ്തിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് സേവ് ചെയ്താലും പിന്നെ ലിംഫ് നോഡ്സ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ തെറപ്പി കൊടുക്കാറുണ്ട്. ആൻഡ് ഒരു ഹോർമോൺ തെറപ്പി പോസിറ്റീവ് പേഷ്യൻ്റ് ആയെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആയെങ്കിൽ ഹോർമോൺ തെറപ്പി ടാബ്ലറ്റ്സും കൊടുക്കാറുണ്ട്. ഇപ്പോൾ യങ് പേഷ്യൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന റേഡിയേഷനോ അല്ലെങ്കിൽ മറ്റ് കീമോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈവൻ സർജറി ഒക്കെ ആയി ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ അത് പ്രിസർവ് ചെയ്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആഫ്റ്റർ മാരീഡ് ഒരു ഫീഡിങ്ങിനൊക്കെ അത് എഫക്ട് ചെയ്യുന്ന രീതിയുണ്ടോ? സോ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സൈഡിൽ നമ്മൾ ഫീഡ് ചെയ്യാൻ നമ്മൾ പറയും. അത് ബ്രസ്റ്റ് മിൽക്ക് അത്ര പ്രൊഡ്യൂസ് ഒന്നും ആവില്ല റേഡിയേഷൻ ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം. പക്ഷേ നമ്മളടുത്ത് കുറേ പേഷ്യൻസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം പ്രഗ്നൻ്റ് ആയിട്ട് ഒരു സൈഡിൽ നിന്ന് ഫീഡ് ചെയ്തിട്ട് കുട്ടികളെ എടുത്തുകൊണ്ട് നമ്മളടുത്ത് OPD വന്നതും യെസ്.
ബോംബെയിൽ നമ്മൾ നല്ലോണം പേഷ്യൻറ്റ് പ്രഗ്നൻസി അസോസിയേറ്റഡ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആൻഡ് പോസ്റ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ബ്രസ്റ്റ് ക്യാൻസേഴ്സിലൊക്കെ നമ്മൾ ബേബീസ് നല്ല സുഖമായിട്ട് വന്നിട്ടുണ്ടതും ഉണ്ട്. ഇപ്പം പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഒരു ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റ് ക്യാൻസർ വന്നു ട്രീറ്റ്മെൻറ്റ് നടത്തി, ചിലപ്പോൾ അത് റിമൂവ് ആയിരിക്കും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി, പക്ഷെ പിന്നീട് അത് റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ? ഓരോരോ പ്രാവശ്യം ഒരു പേഷ്യൻറ്റിന് ഒരു സൈഡിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നെങ്കിൽ അബൌട്ട് 10% ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് ബ്രസ്റ്റ് ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ വരുന്നത്. യൂഷ്വലി 2 ബ്രസ്റ്റിലും വന്നെങ്കിൽ നമ്മൾ ജനറ്റിക് റിസ്ക് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ ജനറ്റിക് റിസ്ക് ഇല്ലാണ്ടും വരാൻ അത് സാധ്യതയുണ്ട്, ഒരു 10% ചാൻസ്. അതിനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ഫോളോ അപ്പിൽ വെക്കാറ്. ഏതെങ്കിലും പേഷ്യൻറ്റ് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് ബ്രസ്റ്റിനും എവറി 18 months നമ്മൾ മാമോഗ്രാം ചെയ്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആഫ്റ്റർ ഈ സർജറിയോ അല്ലെങ്കിൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാലും ബ്രസ്റ്റ് ക്യാൻസറുള്ള പേഷ്യൻറ്റിന് അവർ റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിന്നെ എൻഹാൻസ് ആയിട്ട് വരുന്ന തിക്നെസ് ഉള്ള ഒരു സംഭവം, അത് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? അത് നമ്മൾ ആക്സിലറി ഡിസെക്ഷൻ ചെയ്തെങ്കിൽ, നമ്മൾ ഹാൻഡിന് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ലിംഫ് നോഡ്സ് റിമൂവ് ചെയ്തെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ട്രോമ പറ്റിയാൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻ പറ്റിയാൽ ആ ഹാൻഡ് സ്വെല്ലിങ് വരുന്ന ലിംഫെഡിമ എന്ന് നമ്മൾ അതിന് പറയാറ്. പക്ഷെ നമ്മളിപ്പോൾ നല്ലോണമായിട്ട് നമ്മൾ സർജറീസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്സിലറി ഡിസെക്ഷൻ ചെയ്യുന്ന മുമ്പ് നമ്മൾ സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി ചെയ്തെങ്കിൽ അതിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിമൂവ് ചെയ്യൂ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഓൺലി 5% ചാൻസസ് ഓഫ് ലിംഫെഡീമ. ഇതൊക്കെ നമ്മൾ കുറേ വർഷത്തിൻ്റെ സ്റ്റഡീസ് കൊണ്ട് നമ്മൾ സർജിക്കൽ പ്രാക്ടീസസ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ആ ലിംഫെഡീമ റേറ്റ്സ് ഒക്കെ നല്ലോണം കുറവായിട്ട് വന്നിട്ടുണ്ട്. ഓൾസോ ലിംഫെഡീമ വന്നെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് സർജൻ്റെ ഹെൽപ്പ് കൂടെ നമ്മൾ ആ ലിംഫാറ്റിക് ഡ്രെയിനേജിനെ റീ അറ്റാച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു ഡൗട്ട്, ഈ ലിംഫെഡിമ പിന്നെ അത് ശരിക്കും മറ്റൊരു അതും ക്യാൻസറുമായിട്ട് റിലേറ്റഡ് ആയുള്ളൊരു രോഗമാണ്? അത് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഈ ലിംഫ് നോഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഹാൻഡിന്റെ ലിംഫാറ്റിക്സിന് പോകാൻ സ്ഥലം ഉണ്ടാവില്ല. സോ അതിനായിട്ട് നമ്മളിപ്പോൾ പറയാറ്, ഇൻ കേസ് അതിൽ ക്യാൻസർ ഇല്ലെങ്കിൽ എല്ലാ ലിംഫ് നോഡ്സ് റിമൂവ് ചെയ്യണമെന്നില്ല എന്ന് നല്ലോണം ഒരു 30-40 ഇയേഴ്സിൻ്റെ സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പ്രൂഫ് ഉണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും ക്യാൻസർ ക്യൂർ ആയിട്ട് വരുമെന്ന്. അപ്പം നമ്മൾ ആ ലിംഫെഡീമ റേറ്റ്സ് ഓൾമോസ്റ്റ് ലെസ് ദൻ 5% ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാൻസർ ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇപ്പം ക്യാൻസർ യഥാർത്ഥത്തിൽ അതൊരു ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസീസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും, എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ നല്ലോണം ക്യൂർ ചെയ്യുന്ന ക്യാൻസറാണ്. അതിനായിട്ട് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് ഏർലി ഡയഗ്നോസിസിന് കൊടുക്കുന്നത്. എത്ര ഏർലി വരുന്നുണ്ട് അത്രയാണ് അതിൻ്റെ ക്യൂർ റേറ്റ്സ് ഇംപ്രൂവ് ചെയ്യാറ്. ഇൻ കേസ് ഫസ്റ്റ് സ്റ്റേജിൽ വന്നെങ്കിൽ ഓൾമോസ്റ്റ് 98% ക്യൂർ റേറ്റ്സ് വരെ വരും. ഇൻ കേസ് സെക്കൻഡ് സ്റ്റേജ് 88 to 90% അങ്ങനെ ക്യൂർ റേറ്റ്സ് വരും. തേർഡ് സ്റ്റേജിൽ അത് കുറയുന്നുണ്ട്, അബൌട്ട് 60-70% അങ്ങനെയാണ് നമ്മൾ പറയാറ്. ബട്ട് ഫോർത്ത് സ്റ്റേജിൽ അത് 20-30% മാത്രമാണ് 5 year സർവൈവൽ റേറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് 5 year സർവൈവൽ റേറ്റ് ആണ്. പക്ഷെ നമുക്കറിയുന്ന എത്രയോ പേഷ്യൻറ്റ് 20-30 years വരെ അവർ വരുന്നുണ്ട്, നല്ലോണം സുഖമായിട്ട് വരുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ഓക്കെ, നമ്മളിപ്പം പിന്നെ സ്ത്രീകൾ വുമണിന് വരുന്ന ബ്രസ്റ്റ് ക്യാൻസറാ പറഞ്ഞത്. എനി ചാൻസ് ഓഫ് ഗെറ്റിംഗ് മാൻ ദിസ് വൺ? യെസ്, it is very rare for a male to get breast cancer. പക്ഷെ നമ്മൾ കണ്ടതുണ്ട്. നമ്മൾ മെയിലിന് ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവരുടെ ജനറ്റിക് റിസ്ക് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ റെയർ ക്യാൻസർ, അവർക്ക് എന്തിനായിട്ട് അത് വന്നിട്ടുണ്ട് എന്ന്. സോ അത് BRCA1 and 2 മ്യൂട്ടേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യൂ. അവർക്ക് യൂഷ്വലി എന്തെങ്കിലും ജനറ്റിക് മ്യൂട്ടേഷൻ്റെ കാരണമായിട്ട് വരുന്നുണ്ട്. ഇൻ കേസ് ജനറ്റിക് മ്യൂട്ടേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇൻ കേസ് അത് അല്ലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിനും ട്രീറ്റ് ചെയ്യാറ്. നമ്മൾ ആ ബ്രസ്റ്റിനെ റിമൂവ് ചെയ്യൂ, വേണമെങ്കിൽ നമ്മൾ കീമോതെറപ്പി കൊടുക്കൂ, വേണമെങ്കിൽ നമ്മൾ ഹോർമോൺ തെറപ്പി കൊടുക്കൂ. സോ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, സർവൈവൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ജസ്റ്റ് മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഡൗട്ട് വരുന്നത് പേഷ്യൻറ്റിന് വളരെ ലേറ്റാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റേജ് 3 ആയിട്ട് സെയിം, എക്സാക്ട്ലി സെയിം ആണ്. യൂഷ്വലി പെയിൻലെസ് ലംപ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അവർക്ക് ബ്രസ്റ്റ് ഇല്ല. സോ അത് ചെസ്റ്റ് വാളിലാണ് വരുന്നത്. സോ അത് പെയിൻലെസ് ലംപായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടാവും. അവർക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ പറ്റുമെന്ന്. സോ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൻഡ് ഇറ്റ്സ് സോ പെയിൻലെസ്, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് സ്കിന്നൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അത് പിന്നെ സ്കിന്നൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അൾസർ ആയതിന് ശേഷമാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അത് ഓൾറെഡി സ്റ്റേജ് 3-ലായിട്ടുണ്ടാവും, ചിലപ്പോൾ സ്റ്റേജ് 4-ലായിട്ടുണ്ടാവും. സോ അതിനായിട്ട് നമ്മൾ മെയിൽ പേഷ്യൻസിൻ്റെ അടുത്തും പറയുന്നത് കുറച്ച് സൂക്ഷിക്കണോ, എന്തെങ്കിലും ലംപ് ബ്രസ്റ്റും ചെസ്റ്റ് വാളിൻ്റെ മുകളിൽ വന്നെങ്കിൽ നമ്മുടെ അടുത്ത് വരണമെന്ന്.
സി മാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ അത് വിവിധ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീമോതെറാപ്പി പറഞ്ഞ റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന് സർജിക്കൽ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന പല സ്റ്റേജസും ഉണ്ടാകുന്നു, ചില ഘട്ടങ്ങളുണ്ടാകും. അങ്ങനെ നമുക്ക് ഈ പുതിയ ഈ ന്യൂ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് മെത്തേഡൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ബ്രസ്റ്റ് എത്ര കണ്ട് സേവ് ചെയ്യാൻ പറ്റും പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ? ഇപ്പം നമ്മൾ നല്ലോണമായിട്ട് ബ്രസ്റ്റ് സേവ് ചെയ്യുന്നതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. ഇൻ കേസ് റെസ്റ്റ് ഓഫ് ദ ബ്രസ്റ്റ് ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന്, നമ്മൾ ഡെഫിനറ്റ്ലി അതിനെ സേവ് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യാറ്. ഇൻ കേസ് നമ്മൾ മാമോഗ്രാം ക്ലിയർ ആയിട്ടുണ്ട്, ജസ്റ്റ് ഈ ലംപ് മാത്രം ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് കോൺസർവേഷൻ സർജറിയാണ് ചെയ്യാറ്. ഇപ്പം നമ്മളുടെ അടുത്ത് ഓങ്കോപ്ലാസ്റ്റി ടെക്നിക്സും ഉണ്ട്. പ്ലാസ്റ്റിക് സർജറീസ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് ലോക്കൽ ഫ്ലാപ്പ് ടെക്നിക്സും യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ബ്രസ്റ്റ് ലംപ് റിമൂവ് ചെയ്തിട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് അത്ര ശരിയായിട്ട് വരുന്നില്ലെങ്കിൽ ലോക്കലായിട്ട് നമ്മൾ ഫ്ലാപ്പ് മസിലും നമ്മൾ സ്കിന്നും ഫാറ്റും യൂസ് ചെയ്തിട്ട് ബ്രസ്റ്റിന് ഓൾമോസ്റ്റ് നോർമലായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് പെർസെൻറ്റേജ് ചോദിച്ചാൽ ഓൾമോസ്റ്റ് വെസ്റ്റേൺ കൺട്രീസിൽ 60-70% ബ്രസ്റ്റ് സേവ് ചെയ്തോന്നുണ്ട്. നമ്മളെടുത്ത് നമ്മളൊരു 30-40% ബ്രസ്റ്റ് സേവ് ചെയ്തോന്നുണ്ട്. പക്ഷെ അത് ബോംബെ ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് 50-60% വരെ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പേഷ്യൻസ് കുറച്ചാണ് ലേറ്റ് വരുമ്പോൾ നമുക്ക് അത്ര ലേറ്റ് ആയ കാരണം നമ്മൾ യൂഷ്വലി സേഫ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ സേവ് ചെയ്യൂ. പക്ഷെ ഇവിടെ KMCയിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രസ്റ്റ് സേവ് ചെയ്തിട്ട്, ബിക്കോസ് പേഷ്യൻസ് അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് ഡിറ്റക്ഷൻ ആയിട്ട് വരുമ്പോൾ നല്ലോണം കോസ്മെറ്റിക് ആയിട്ട് സേഫ് ആയിട്ട് നമുക്കിപ്പോൾ ബ്രസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇത് അതായത് ഇപ്പോൾ സൈക്കോളജിക്കലായിട്ട് ചില ഏത് പേഷ്യൻറ്റിനും ചിലപ്പോൾ ഒരു സീരിയസ് ഡിസീസ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് പല ഇഷ്യൂസ് ഉണ്ടായി. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ലേഡീസിന് ഈ ബ്രസ്റ്റുമായി റിലേറ്റഡ് എല്ലാ പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പിന്നെ സോഷ്യൽ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ഒരു വളരെ പ്രോമിനൻ്റ് ആയ ഫാക്ടർ അല്ലേ? അതെ. സോ യൂഷ്വലി ഒരു ഫുള്ളി സെറ്റപ്പ് ക്യാൻസർ സെറ്റപ്പിൽ നമ്മളുടെ അടുത്ത് ഓൾവേസ് ഒരു ഓങ്കോ സൈക്യാട്രിസ്റ്റും ഉണ്ടാവാറുണ്ട്. ഓൾസോ വി ഹാവ് സർവൈവേഴ്സ് ഹെൽപ്പിംഗ് ആ പേഷ്യൻസ്. വേറെ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ട് കൊടുക്കും. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഡോക്ടർ എത്ര പറഞ്ഞെങ്കിലും അവർക്ക് അത്ര ആശ്വാസമാവില്ല. പക്ഷെ നമ്മൾ ഒരു ട്രീറ്റ് ചെയ്തിട്ട് ഒരു സക്സസ് സ്റ്റോറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുത്തെങ്കിൽ അവർക്ക് അത്രയും എക്സാമ്പിൾ ഉണ്ട്. ആൻഡ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ നോർമലായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് ഒന്നും ചേഞ്ചസും വരുന്നില്ല അവരുടെ ഡെയിലി ലൈഫിൽ. സോ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ഓൾഡ് പേഷ്യൻസ് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ ഓൾഡ് പേഷ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ നമ്മൾ നല്ലോണമായിട്ട് യോഗ ആൻഡ് മെഡിറ്റേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളെ പേഷ്യൻസ് ഇൻ കേസ് നമുക്ക് തോന്നിയാൽ ഫാമിലി സപ്പോർട്ട് കുറച്ച് വേണമെന്ന് നമ്മൾ ഫാമിലിനും കൗൺസിൽ ചെയ്യാറുണ്ട്. ആൻഡ് യോഗ, മെഡിറ്റേഷൻ, ഓങ്കോ സൈക്യാട്രിസ്റ്റ്, ഓൾഡ് സർവൈവേഴ്സ്, പ്രീവിയസ് സർവൈവേഴ്സ്, അവർ നല്ലോണമായിട്ട് സ്റ്റേബിൾ മൈൻഡ് ആവുന്നുണ്ട്, നല്ലോണമായിട്ട് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ അടുത്ത റിവ്യൂ ഒക്കെ. ഓക്കെ, മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ പ്രേക്ഷകരോട് സംസാരിച്ച ഡോക്ടർ ബാസില ഹമീദ് അലിക്ക് നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.